ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷവും പ്രേമയൊക്കെ കണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ടാർജറ്റ് ഉണ്ട്, ലൈക്കിന് ഒരു 1K ലൈക്ക് വരെ കിട്ടണം എന്നൊരു ടാർജറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് നേരെ ഇനി വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ ഇന്ന് അവസാന സീനായിട്ട് കണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ശ്രുതിയും സച്ചിയും രേവതിയും നടുക്ക് ശ്രീകാന്തും. ഇതിനിടയിൽ നമ്മുടെ ശ്രീകാന്ത് സത്യത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും വഴക്കൊക്കെ മാറി എല്ലാവരും കൂടെ ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ് ശ്രീകാന്ത് അതൊക്കെ ചെയ്തത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത് നമ്മുടെ ശ്രീകാന്തിന് തന്നെ വലിയൊരു തൊല്ലയാവുകയാണ്. അപ്പൊ അങ്ങനെ അച്ഛനെ പറഞ്ഞ് നമ്മുടെ സച്ചി സഹിക്കില്ല, കേട്ടോണ്ട് നിൽക്കില്ല. അത് നമ്മുടെ ശ്രുതി നല്ല ആര് പറഞ്ഞാലും സഹിക്കില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവിടെ നെണീറ്റ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നു. ശ്രുതി ആണെങ്കിൽ എന്തൊക്കെയോ സച്ചീനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് സഹിച്ചില്ല. രേവതിയും തിരിച്ചു ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി വീണ്ടും പറഞ്ഞു, നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അങ്ങേര് കഴിവുകെട്ടവൻ തന്നെയാ. എൻ്റെ അച്ഛനാണെങ്കിൽ കഴിവുകെട്ടവൻ. അത് ഞാൻ വീണ്ടും പറയുന്നു പറഞ്ഞപ്പോഴത്തേക്കും സച്ചി അങ്ങോട്ട് ചെന്നില്ലേ. സച്ചി അങ്ങോട്ട് ചെന്ന് കൈ ഇങ്ങനെ ചൂണ്ടിയാ പറഞ്ഞതേ. ആ ചൂണ്ടിയ കൈ അങ്ങ് പിടിച്ചങ്ങോട്ട് ഒരൊറ്റ തിരിക്കൽ അങ്ങ് തിരിച്ചു. പൊളഞ്ഞു പോയി എന്ന് വേണം പറയാൻ. ശ്രുതിയുടെ ജീവൻ പോയി. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ ഇങ്ങനെ കയറി പിടിക്കുക. എങ്ങനെയൊക്കെയോ പിടിച്ച് പിടിപ്പിച്ചു. രേവതിയും കൂടെ സച്ചിനെ പിടിക്കുന്നുണ്ട്, ശ്രീകാന്തും പിടിക്കുന്നുണ്ട്. സച്ചിനെ അങ്ങനെ പിടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എൻ്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം, നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ ശവമാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഇത് റെസ്റ്റോറന്റ്, ഏട്ടാ മിണ്ടാതിരിക്കുന്നു പറയുമ്പോ എന്ത് മിണ്ടാതിരിക്കാൻ? എടാ നമ്മുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കണം എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. ഏതായാലും നമ്മുടെ ശ്രുതി ആണെങ്കിൽ വലിയ രീതിയിൽ കരയാണ്. കാരണം അത്രമാത്രം കൈ വേദനിച്ചു, കൈ ഒടിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ശ്രുതി അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അതിനിടയിലായിട്ട് കുറച്ച് അവര് സംസാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരിക്കലും അത് തെറ്റല്ല, കുറച്ച് നേരത്തെ ഈ അടി കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സഹതാപ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഈ അടി കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രേവതി സച്ചി വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ തന്നെ നമ്മുടെ ശ്രുതിയും വരുന്നു. അപ്പൊ ആ ഒരു സീനാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, രണ്ട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കിൽ എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിന്റെ കൈ കാണിച്ചു വെച്ചേക്കുന്ന കണ്ടില്ലേ, ദ്രോഹി, മഹാഭാവി, എന്തിനാണ് ശ്രീകാന്ത് ഇവനെയും വിളിച്ചോണ്ട് പോയത്? എൻ്റെ കുഞ്ഞിന്റെ കൈ കൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നിലവിളിച്ചങ്ങ് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അതെ വായി കിടക്കുന്ന നാക്ക് അത് നന്നാകണം, അത് നന്നായില്ലെങ്കിൽ ഇതുപോലെയൊക്കെ കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എടാ ശ്രീകാന്തെ, നീ വിളിച്ചിട്ടല്ലേടാ ഞാൻ വന്നത്, എന്നിട്ട് നീ ഇത് തന്നെ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, പിന്നെ കള്ളുകുടിയന്മാരല്ലേ, പിന്നെ എങ്ങനെ സ്വഭാവം നന്നാകാനാ, കുടിച്ചു കൂത്താടി നടക്കുമല്ലോ, കുടിയൻ എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രേവതിക്ക് സഹിച്ചില്ല. രേവതി പറഞ്ഞു, അതെ കുടിയനെ എൻ്റെ ഭർത്താവല്ലേ, എൻ്റെ ഭർത്താവ് മറ്റാരും സമ്പാദിക്കുന്ന പൈസയും കൊണ്ടൊന്നും അല്ല കുടിക്കുന്നത്, എൻ്റെ ഭർത്താവ് സ്വയമായിട്ട് സമ്പാദിക്കുന്ന പൈസയും കൊണ്ടാണ് കുടിക്കുന്നത്. അത് എൻ്റെ ഭർത്താവ് കുടിക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നമുള്ളത്? എൻ്റെ ഭർത്താവ് കുടിച്ചാൽ ഞാൻ ചോദ്യം ചെയ്തോളാം, ഇവിടെ വേറെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവളുടെ നാക്ക് കണ്ടില്ല, അങ്ങ് നീണ്ടു കിടക്കുമല്ലേ അവളുടെ നാക്ക്. എടി നിന്റെ കെട്ടിയും വെറുതെ അല്ലടി കുടിയനായി പോയത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയും കൂടി അങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്ര പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ, കുറെ നേരമായി ഞാൻ കേൾക്കുന്നു. എടി ചന്ദ്രേ, നീ കാരണം ഇതൊക്കെ സംഭവിക്കുന്നത്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരിക്കലും വന്നു കയറുന്ന മരുമക്കൾ തമ്മിൽ അടിയുണ്ടാക്കില്ല. നീ പറഞ്ഞു മനസ്സിലാക്കേണ്ട സമയത്ത് നീ എന്താ ചെയ്യുന്നത്? ഓരോന്ന് പറഞ്ഞു കുത്തി തിരിച്ച് കുളവാക്കാൻ നോക്കുമല്ലേ. നീ ഒറ്റ ഒരുത്തി കാരണമാടി ഈ കുടുംബത്തിൽ സമാധാനമില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര, എല്ലാം നിങ്ങൾക്ക് എൻ്റെ പുറത്ത് കൊണ്ടിടാലോ, നിങ്ങളുടെ മോന് നല്ല മകൻ തന്നെയാണല്ലോ, നല്ല പത്രാസുകാരനായ മകൻ തന്നെയാണ്, നിങ്ങളുടെ മകൻ ഡീസന്റ് ആയതുകൊണ്ടായിരിക്കും ഒന്ന് റെസ്റ്റോറൻറ്റിൽ പോയി എൻ്റെ മകൻ്റെ കൈ ഒടിച്ചു വെച്ചിരിക്കുന്നത്. ദേ ഇവിടെ എൻ്റെ എന്നോ നിന്റെ എന്നോ ഒന്നുമില്ല, എനിക്ക് എൻ്റെ 3 മക്കളും ഒരുപോലെ തന്നെയാണ്. പിന്നെ അതെനിക്കറിയാമെന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ അതെന്താടി നിനക്ക് അറിയാമെന്ന് പറഞ്ഞത്? 3 മക്കളും എനിക്കൊരുപോലെയാണ്, നിനക്കടി വേർതിരിവ്, നീ ഒരക്ഷരം മിണ്ടിപ്പോവാൻ പാടില്ലെന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ
ഇവരെ 3 ആമക്കളെ ഇങ്ങനെ വിളിച്ചിട്ട് ഉപദേശിക്കുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ചെറുപ്പത്തിൽ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ മുതിർന്നു, ഇപ്പൊ 2 മരുമക്കൾ ഇവിടെ കയറി വന്നു, ഇനി ഒരാളും കൂടെ കയറി വരാനുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ തമ്മി തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഇല്ലാതെ ഒരു ദിവസം വരുമ്പം എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് പോകും? ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അത് വളർന്ന് വലുതാകുമ്പോൾ എത്രമാത്രം ആഗ്രഹങ്ങൾ മാതാപിതാക്കളുടെ മനസ്സിൽ കാണുമെന്ന് അറിയാമോ? അതുപോലെ തന്നെയാ നിങ്ങളെ വളർത്തിയത്. ഒരാൾക്ക് കൂട്ടായിട്ട് തന്നെയാ ഒരാളെ വീണ്ടും ഉണ്ടായത്. അവർക്ക് കൂട്ടായിട്ട് തന്നെയാ വീണ്ടും അടുത്തയാൾ ഉണ്ടായത്. നിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കുറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയൊക്കെ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചാണോടാ ഇങ്ങനെ ചെയ്യുന്നത്? സച്ചി, നീ ചെയ്തത് ശരിയാണെന്നൊന്നും ഞാൻ പറയില്ല. ഏതായാലും ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് അടി ഉണ്ടാക്കിയത് മോശമായി പോയി എന്ന് പറയുമ്പോൾ സച്ചു പറഞ്ഞു, അത് പിന്നെ അച്ഛാ, ഞാൻ അച്ഛനെ പറഞ്ഞപ്പം അച്ഛനെ എന്തു പറഞ്ഞു എന്നാ പറഞ്ഞത്? അല്ല, എന്ത് പറഞ്ഞിട്ടാ നീ അടി ഉണ്ടാക്കിയത്? അച്ഛനെ പറഞ്ഞെന്നോ? എന്താ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് കാര്യം പറയുന്നത്. ശ്രീകാന്ത് പറഞ്ഞു, അത് വേറൊന്നുമല്ല അച്ഛാ, ഈ സുധി പറയുക അച്ഛൻ പിഴച്ചവനാണെന്നും അച്ഛനെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്നും അച്ഛൻ കാരണം ഇവന്റെ ജീവിതം ഇങ്ങനെ ആയെന്നും ഒക്കെ പറഞ്ഞു. അത് സഹിച്ചില്ല. അതുകൊണ്ടാണ് സച്ചിയേട്ടന് സുധീനെ തല്ലിയതെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ സത്യം പറഞ്ഞ കാര്യം പിടികിട്ടിയത്. ഏതായാലും രവീന്ദ്രൻ ഇത് കേട്ടോണ്ടേ, എന്തു ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ, എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. സഹോദരങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കി പിരിയാൻ പാടില്ല. നല്ല ഒത്തൊരുമയോട് കൂടി തന്നെ ജീവിക്കണം. രവീന്ദ്രന്റെ മക്കള് തമ്മിൽ അടിയുണ്ടാക്കി പിരിഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഈ അച്ഛനല്ലേ സഹിക്കാൻ പറ്റില്ലാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ രേവതി ചെന്നിട്ട് പറഞ്ഞു, അയ്യോ അച്ഛൻ എന്തെങ്കിലും വിഷമം ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മോശമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിയും ഇത് കേട്ടോണ്ടേ വന്ന് പറഞ്ഞു, അച്ഛൻ സോറി അച്ഛൻ, ഞങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഈ വിഷയത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ഏതായാലും ആ ഒരു പ്രശ്നം അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്തത്. പക്ഷെ തീരുന്നില്ല, ചന്ദ്ര അത് ഏറ്റുപിടിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി അപ്പുറം മാറി നിൽപ്പുണ്ട്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിനെ ഇങ്ങ് വിളിച്ചിട്ട്, മോള് പറഞ്ഞതുപോലെ അവൻ വെറും കുടിയന്റെ കുടിയൻ, അവർ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കണ്ട. രവീന്ദ്രനുണ്ടല്ലോ, രവിയേട്ടനുണ്ടല്ലോ, അവന്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾ ഒത്തൊരുമയോട് കൂടി പോകാനൊക്കെ പറയും. ഒരിക്കലും അവരുമായിട്ട് നിനക്ക് ഒത്തൊരുമയോട് കൂടി പോകാൻ പറ്റില്ല. കാരണമേ അവരൊക്കെ ലോ ക്ലാസ്സുകാരാ. എൻ്റെ മോള് ശ്രുതി അങ്ങനെയാണോ? നീ ഹൈ ക്ലാസ് അല്ലേ? ഹൈ ക്ലാസ്. അതുമല്ല, നീ ഇവിടെയാണോ വളർന്നത്? നിന്റെ ആ ഒരു ഇതിനൊത്തു വേണം നീ നിൽക്കാന്. ആ പൂ കെട്ടുന്ന ആ ഒരു ലോ ക്ലാസ്സുകാരുടെ ഒക്കെ കൂടി എൻ്റെ മോള് വെറുതെ വഷളാകേണ്ട കാര്യമില്ല. എൻ്റെ മോള് എന്നും ഹൈയിൽ നിൽക്കുന്നതാ ഈ അമ്മയ്ക്ക് ഇഷ്ടം. എൻ്റെ മോളും മോനും എന്ന് ഹൈ നിൽക്കണം. ആ വൃത്തികെട്ടങ്ങളോടെ കൂട്ടുകൂടാൻ പോകണ്ട. കുടിയൻ, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, പറ്റിയൊരു ഭാര്യനെയാണ് കിട്ടിയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ രേവതി നിൽക്കുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്കും വല്ലാത്തൊരു സങ്കടവും വിഷമവും ഒക്കെ തോന്നുകയാണ്. വേറൊന്നുമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിനെ പറഞ്ഞു കഴിഞ്ഞാൽ രേവതിക്ക് നോവാതിരിക്കില്ലെന്ന് നോവുന്ന നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പിറ്റേ ദിവസം ആവുന്നു, നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ഒരു മേഡം വരികയാണ്. നമ്മുടെ ശ്രുതി പണ്ട് ഒരു ജോലി അന്വേഷിച്ച് പോയപ്പോൾ ഒരു മേഡം അവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് തല്ലി ഇറക്കി വിട്ടില്ല. ആ മേഡമാണ് വരുന്നത്. അപ്പം അത് നമ്മുടെ ശ്രുതിയുടെ സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ. അപ്പം അവർ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, അയ്യോ വിവാഹത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, ക്ഷമിക്കണം കേട്ടോ, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഏതായാലും എനിക്കൊന്ന് പിരികം ഐബ്രോ ഒന്ന് ത്രെഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ത്രെഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ശ്രുതി കയറി വരുന്നതും ഈ മാമിനെ കണ്ടു. ഈ മാമിനെ കണ്ടതും എൻ്റെ ഈശ്വര, അന്ന് ഞാൻ ആ ഓഫീസ് ജോലിക്ക് പോകാൻ വേണ്ടി ഇരുന്ന ആ മാമല്ലേ, ഈ മേഡത്തിനെ കണ്ടാൽ മിക്കവാറും ഈ മേഡത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ അന്ന് വെല്ലുവിളിച്ചതായിരുന്നു. ഈ കമ്പനീനേക്കാളും നല്ലൊരു കമ്പനിയിൽ ഞാൻ ജോലി മേടിച്ച് മാനേജറായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു മാരുതി ഷോറൂമിലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടാ, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അപ്പോൾ ഇതേ സമയമാണെങ്കിൽ അവർ മേഡം നല്ലൊരു സ്വഭാവമുള്ളൊരു സ്ത്രീ തന്നെയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് പറയുകയാണ്, ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരക്കിട്ട് നടക്കരുത്, ഇപ്പോഴേ എൻജോയ് ചെയ്യാനുള്ള സമയം കിട്ടത്തുള്ളൂ. ഏതായാലും ഒരു ഹണിമൂണിനൊക്കെ പോകണം. ഹണിമൂണിന് പോകാനുള്ള അവിടുത്തെ എല്ലാ ട്രിപ്പിൻ്റെ എല്ലാ സംഭവങ്ങളും ഞാൻ ശരിയാക്കി തരാം. നിങ്ങളുടെ ചെലവിനുള്ള പൈസ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഫ്ലൈറ്റും ഒക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. അതുകൊണ്ട് മോള് ഹണിമൂണിന് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ മേഡം എനിക്ക് തീരെ സമയമില്ലെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ സമയം കണ്ടെത്തുക ചെയ്യേണ്ടത്. ഇപ്പം ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട് ഇപ്പം ഹണിമൂൺ ഒരിക്കലും പിന്നെ പോകാൻ പറ്റില്ലല്ലോ. ഏതായാലും എങ്ങനെയുണ്ട് വിവാഹം കഴിച്ച ആള്? എനിക്കറിയാട്ടോ,
പണ്ട് ഒരു ദിവസം ഞങ്ങളുടെ കമ്പനി വന്നതായിരുന്നു. അന്ന് ഞാനും അയാളും തമ്മിൽ കുറച്ച് സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടായി. ഏതായാലും നല്ല വാക്ചാതുര്യമുള്ള ആള് തന്നെയാ. അല്ല ഇപ്പൊ എവിടെയാ ജോലി? അന്ന് എന്നോട് പറഞ്ഞായിരുന്നു വലിയൊരു കമ്പനിയിലെ മാനേജറൊക്കെ ആയിട്ട് ഞാൻ വരുംന്ന്. അല്ല ഇപ്പൊ എവിടെയാ ജോലി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഇങ്ങനെ ഒരു കാർ ഷോറൂമിലാന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല, കാരണം സ്വന്തം ഭാര്യയോട് ഭർത്താവിന്റെ കുറ്റം പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും ആ ഒരു മേഡം ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഹണിമൂണിന് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പിരിവൊക്കെ ത്രെഡ് ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി കയറി വന്നു. ശ്രുതി കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ നിപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അത് പിന്നെ ഇവിടെ നിൽക്കാതെ എനിക്ക് ആ മേഡത്തിനെ കാണുന്നതേ കലിപ്പ, അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ ശ്രുതി അവിടെ ഇല്ലെന്ന് ഓർത്തുകൊണ്ട് മീര കുറെ ശ്രുതിയുടെ കുറ്റങ്ങൾ ശ്രുതിയോട് പറഞ്ഞു കൊടുത്തായിരുന്നു. ഹണിമൂണിന് പോയാൽ എങ്ങനെയാ ശരിയാകുന്നത്, പൈസ വല്ലതും കൈ കാണുമോ, ചെലവിന് വല്ലതും കൈ കാണുമോ, അല്ല നിന്റെ കെട്ടിയോന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് സാരമില്ല, പൈസയൊക്കെ എങ്ങനെയും ഒക്കെ ഉണ്ടാകും, എനിക്ക് അദ്ദേഹമാണ് വലുത്, എനിക്ക് എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രുതി കുറേ നല്ല വാക്കുകൾ പറയുന്നുണ്ട്. ഒരിക്കലും ശ്രുതിയുടെ കെട്ടിയവനെ കുറ്റം പറയുന്നില്ല കേട്ടോ. നമ്മുടെ ശ്രുതിനെ കുറ്റം പറഞ്ഞ് ഇതുവരെ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല. ശ്രുതിനെ ജീവന്റെ ജീവൻ തന്നെയാണ്. ഏത് വഴിക്ക് പോയാലും സാരമില്ല പോട്ടെ എന്ന് പറയുന്ന ഒരു ഭാര്യയാണ് നമ്മുടെ ശ്രുതി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടാട്ടോ കയറി വന്നത്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഓഹോ എന്റെ ഭാര്യനെ നീ ഓരോന്ന് പറഞ്ഞ് എരിവ് കയറ്റുക അല്ലേ എന്ന് പറയുന്നുണ്ട് മീരയോട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എരിവ് കയറ്റിയതൊന്നുമില്ല, ഞാനൊരു സത്യമല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയാം അതിനിപ്പോ എന്താ, ഹണിമൂണിന് പോകാമല്ലോ, കുറച്ച് പൈസയല്ലേ, അതൊക്കെ ഉണ്ടാക്കണ കാര്യം ഞാൻ ഏറ്റു, അതൊക്കെ ഞാൻ ഉണ്ടാക്കാം, നമുക്ക് എങ്ങനെയും ഒക്കെ സെറ്റ് ആക്കാം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുകയാണ്. ഏതായാലും ശ്രുതി പറയുന്നത് കേട്ടിട്ട് ശ്രുതിക്കും വലിയ സന്തോഷമാവുക. അങ്ങനെ അവര് ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യും. അങ്ങനെ അവരുടെ കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുന്നു. ഏതായാലും ഹണിമൂണിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കറങ്ങാനൊക്കെ പോകണം, നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോ എന്ന് പറയുമ്പോൾ എനിക്കറിയാലോ ശ്രുതി എന്നെ ഇപ്പോഴും പൊന്നു പോലെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷം തന്നെയാണ് ശ്രുതിക്ക് ഈ ഒരു ജീവിതം കിട്ടിയതിൽ ഒത്തിരിയേറെ ശ്രുതി സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര ഇതുപോലൊരു ജീവനും ഒക്കെ എനിക്ക് കിട്ടി, ജീവിതവും ഒക്കെ എനിക്ക് കിട്ടിയല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട്. ഏതായാലും ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്, വേറെ ആരോടും അല്ല എൻ്റെ അമ്മായിയമ്മയോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മീരയോട്. അപ്പം മീര പറയുന്നുണ്ട്, എടി അമ്മായിയമ്മയോട് കടപ്പെടുന്നതൊക്കെ കൊള്ളാം, നീ സൂക്ഷിച്ചു, ആ രേവതീനെ അമ്മായിയമ്മ അവിടെ ഇട്ട് കോരി വറച്ചട്ടിയിലിട്ട് കോരുന്നുണ്ട്, ആ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാവരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയാണ്, ഹേ ഇല്ല അമ്മയ്ക്ക് എന്നെ വലിയ കാര്യം, ആൻറ്റിക്ക് എന്നെ വലിയ കാര്യമാണ്, ഞാൻ ആ ഒരു രീതിയിൽ ആൻറ്റിയോട് നിൽക്കുന്നത്, ആൻറ്റീനെ എനിക്കൊരിക്കലും തള്ളി പറയാൻ പറ്റില്ല, ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ആൻറ്റി കാരണമല്ലേ സാധിച്ചത്, ദേ നീ ഓർത്തോണം, പറ്റിച്ചിട്ടാ നീ ജീവിക്കുന്നത് നീ ഓർത്തോണം, ഈ സത്യങ്ങളൊക്കെ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്കൊരു പൂക്കച്ചവടമെങ്കിലും ഉണ്ട്, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ, രേവതിക്ക് ഒരു പൂക്കച്ചവടം നടത്തിയുള്ള ശീലമെങ്കിലും ഉണ്ട്, കഴിവെങ്കിലും ഉണ്ട്, നിനക്ക് എന്തെങ്കിലും പറയാനുള്ള സൽഗുണങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ നടത്തുന്നില്ലേ, അത് ആരുടെ പൈസ കൊണ്ടാണ് നീ നടത്തുന്നത്, നിന്റെ അമ്മായിയമ്മയുടെ പൈസയും കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതി അത് ചിന്തിക്കുന്നത്. ശ്രുതി പലപ്പോഴും മറന്നു പോകുന്നുണ്ട്, തൻ്റെ അമ്മായിയമ്മ കൊടുത്ത പൈസയാണ് എന്നും പലിശ കൊടുക്കാനൊക്കെ മറക്കുന്നുണ്ട്, ഇനി അങ്ങോട്ട് തെരുതരാ പലിശ കൊടുക്കാൻ മറക്കും. ഏതായാലും ശ്രുതിയുടെ തനി സ്വരൂപം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ആര്, നമ്മുടെ ചന്ദ്ര. അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പൊ നാളെ വരാനിരിക്കുന്നത് ഏതായാലും നാളെ ഇവിടം വരെയെങ്കിലും കൊണ്ട് എത്തിച്ച് നിർത്തിയാൽ മതിയായിരുന്നു, കഥ അതുപോലെ എഴഞ്ഞെഴഞ്ഞ് ഒച്ചഴയുന്ന പോലെയാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നാളെ ഈ ഒരു ഭാഗം വരെയൊക്കെ എത്തുമോന്നും അറിയില്ല, ഹണിമൂൺ ട്രിപ്പൊക്കെ സംസാരിക്കുന്ന ആ ഒരു ഭാഗം വരെ എത്തുമോന്ന് അറിയില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം. ഇനിയിപ്പം അങ്ങോട്ടേക്കുള്ള കൂടുതൽ കഥ ഞാൻ പറയുന്നില്ല, അത് നമുക്ക് നാളെ തന്നെ പറയാം കേട്ടോ. കാരണം ഇനിയും ഞാൻ കുറേയേറെ പറഞ്ഞു പോയിട്ടുണ്ട്, നാളെ അത് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ ബോറാകുവേ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയവിശേഷങ്ങൾ ഇടുന്നുണ്ട് കേട്ടോ. അവരുടെ നല്ല നല്ല സീനുകൾ മാത്രം നമ്മൾ ഇനി വരാനിരിക്കുന്ന നല്ല നല്ല സീനുകളും ശുഭമുഹൂർത്തങ്ങളും ഒക്കെ ആയിട്ട് കോർത്തിണക്കിക്കൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ കഥ പറയാൻ വരുന്നുണ്ട്. അത് രേവതിയുടെയും സച്ചിയുടെയും നല്ല നല്ല നിമിഷങ്ങൾ മാത്രമാണ്. അതായത് വേറെ ഡയലോഗോ അങ്ങനെ ഒന്നും ഞാൻ കയറ്റി പറയുന്നില്ല. ഇനി അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കുറച്ച് ശുഭമുഹൂർത്തങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാൻ എന്നും ഉച്ചയ്ക്ക് നമ്മൾ വരുന്നുണ്ട്. ഒരു 1:30-2 മണിയൊക്കെ ആ ഒരു ടൈമിലാണ് നമ്മൾ കഥ ഇടുന്നത് കേട്ടോ. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇന്ന് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെറിയ ഫാമിലിയിലേക്ക് സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇതിൽ മുടങ്ങാതെ എന്നും കറക്റ്റ് നമ്മളെന്നും ഫുൾ വിശേഷം 6:45 ആകുമ്പോഴും വൈകിട്ട് 8:05, 8:10 ഇടയിലായിട്ട് പ്രേമോ വിശേഷവും ഉച്ചയ്ക്ക് സച്ചിയുടെയും രേവതിയുടെയും പ്രണയവിശേഷങ്ങളും ഇടുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.